സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന പലരുടെയും അബദ്ധധാരണയാണ് സ്റ്റോക്കുകളുടെ പ്രൈസ് കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യുന്നത് ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ്. സ്റ്റോക്കുകളുടെ വില കുറയുവാണെങ്കിൽ നമ്മൾ ആദ്യമേ വാങ്ങാതെ ആദ്യമേ ഈ സ്റ്റോക്കിനെ, നമ്മുടെ കയ്യിലില്ലാത്ത സ്റ്റോക്കിനെ വിറ്റതിന് ശേഷം പിന്നീട് തിരിച്ചു വാങ്ങും. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞാലും പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഏറ്റവും ആദ്യം ഇൻട്രാഡേ ട്രേഡിങ് സെറോദ ആപ്പിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം, ആദ്യം ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ആദ്യം സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ഈ രണ്ട് പരിപാടികളും എങ്ങനെ ചെയ്യാമെന്നുള്ളത് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. വരും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് അന്നത്തെ ദിവസം തന്നെ സെല്ല് ചെയ്യുന്ന പരിപാടിയാണ്. സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നത് മാത്രമല്ല, സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് ആദ്യമേ വിറ്റിട്ട് തിരിച്ചു വാങ്ങുന്നതിനെയും നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ഇത്രയധികം ഫേമസ് ആക്കുന്നത് ഇവിടെ ലഭിക്കുന്ന മാർജിനാണ്. 5x മാർജിൻ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലഭിക്കും. അതായത് നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 500 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാം. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാം. അപ്പോൾ 50,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുമ്പം അതിനനുസരിച്ചുള്ള ലാഭമോ നഷ്ടമോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ 10,000 രൂപ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് 50,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാമെന്ന് ചോദിച്ചാൽ, ഈ ബാക്കി വരുന്ന 40,000 രൂപ തരുന്നത് ഈ കമ്പനിയാണ്. ഇൻ ദിസ് കേസ് സെറോദ. അപ്പോൾ സെറോദയുടെ പൈസയാണിത്. അപ്പോൾ സെറോദയുടെ പൈസ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ സ്റ്റോക്ക് വാങ്ങി അന്നത്തെ ദിവസം തന്നെ എല്ലാ പരിപാടിയും സ്ക്വയർ ഓഫ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസ അവർ അന്ന് തന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ ഇത്രയധികം മാർജിൻ നമുക്ക് തരുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാകണം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് വിൽക്കാൻ സാധിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. രാവിലെ 9:15 മുതൽ 3:30 വരെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടൈം. നമ്മൾ ഇൻട്രാഡേ വെച്ചിട്ട് സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്സ് അന്ന് തന്നെ നമ്മൾ 100 ക്വാണ്ടിറ്റി സ്റ്റോക്ക് വാങ്ങിയാൽ പോലും അന്ന് തന്നെ അതേ ദിവസം തന്നെ 3:20 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വിറ്റുപോവുകയോ വാങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യും. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സെറോദയിൽ അക്കൗണ്ട് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്, സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഈ സെറോദയിലേക്ക് കടന്നു വരുമ്പം ഏറ്റവും ആദ്യം നമുക്ക് ഇങ്ങനെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിൻ്റെയൊക്കെ നെയിം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്സിൻ്റെയൊക്കെ നെയിം ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വാച്ച് ലിസ്റ്റ്, എത്ര വാച്ച് ലിസ്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് വാച്ച് ലിസ്റ്റിന് ഫാർമ എന്ന് കൊടുക്കാം. ഓരോ സെക്ടറിൻ്റെ പേരൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പേര് മാറ്റാൻ പറ്റുന്ന ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ പേര് മാറ്റാൻ സാധിക്കും. ഇപ്പം വാച്ച് ലിസ്റ്റിൽ നമ്മൾ കുറേ സ്റ്റോക്സൊക്കെ ആഡ് ചെയ്തു എന്ത് സ്റ്റോക്കാണ് വാങ്ങേണ്ടത്, എന്ത് സ്റ്റോക്കാണ് വിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഫണ്ടാണ്. പൈസ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വലതുഭാഗത്തായിട്ട് കാണുന്ന അക്കൗണ്ടിൻ്റെ സിമ്പിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫണ്ട്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. UPI വഴി, ഗൂഗിൾ പേ വഴി, നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ പേ ചെയ്യാം. അങ്ങനെ പേ ചെയ്യുക. അപ്പോൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് കാട്ടും. ഇപ്പം ബാലൻസ് ഒക്കെ ആഡ് ആയെങ്കിൽ നമ്മൾ തിരിച്ച് വരിക, വാച്ച് ലിസ്റ്റിലേക്ക് തന്നെ വരിക. വാച്ച് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒക്കെ പേര് ഇവിടെ കാണും. ഇപ്പോൾ ഇതിൽ നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യണം, ഇൻട്രാഡേക്ക് ബൈ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ആ സ്റ്റോക്കിൻ്റെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ONGC ആണ് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് ആ ONGC എന്ന് പറയുന്ന അതിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ പൊന്തി വരും. എന്നിട്ട് ഈ പേരിൽ പിടിച്ചിട്ട് മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇതിൻ്റെ ചാർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർട്ട് കാണാം, മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം അനലൈസൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഏതായാലും ബൈ ചെയ്യാൻ പോകണം. അപ്പോൾ ബൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ബൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റെഗുലർ, കവർ, AMO, ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഗുലർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ടൈമിങ് രാവിലെ 9:15 മുതൽ 3:30 വരെ ടൈമിങ്ങിൽ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഓർഡറാണ്. അതായത് 3:20 മുമ്പ് കേട്ടോ. 3:20 ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആയി പോകും. അപ്പോൾ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലായി പോകും, പൊസിഷൻ എക്സിറ്റ് ചെയ്യും, അതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ള കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 120 രൂപയാണുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം 120 രൂപ വെച്ചിട്ട് ഈ സ്റ്റോക്കിൻ്റെ വില 252 രൂപ 80 പൈസയാണ്. ഇപ്പോൾ ഈ 120 രൂപ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പോലും വാങ്ങാൻ പറ്റത്തില്ല, അല്ലേ?
പക്ഷേ ഈ ഒരു കേസിൽ നമ്മുടെ കയ്യിലുള്ള വില വെച്ചിട്ട് നമുക്ക് 2 സ്റ്റോക്ക് വാങ്ങാം. 2 സ്റ്റോക്കിൻ്റെ വില 500 മിച്ചം രൂപയാകും. പക്ഷേ നമ്മുടെ കയ്യിൽ 120 രൂപയേ ഉള്ളൂ. എന്നാലും നമുക്ക് 2 സ്റ്റോക്ക് വാങ്ങാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ മാർജിൻ ലഭിക്കും, ലിവറേജ് ലഭിക്കും. അപ്പോൾ ലിവറേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 സ്റ്റോക്ക് വാങ്ങാം. എന്നിട്ട് 2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ 101 രൂപ 14 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും. ഇവിടെ പ്രൊഡക്റ്റ് ഇൻട്രാഡേ ആൻഡ് ലോങ് ടൈം. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ പർച്ചേസ് ചെയ്തിട്ട് അന്നത്തെ ദിവസം തന്നെ സെല്ല് ചെയ്യുന്ന ഓർഡറാണ്. അതായത് നമുക്ക് പർച്ചേസ് സെല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പൊസിഷൻ അന്ന് തന്നെ ക്ലോസ് ചെയ്യുമെന്ന് പറയാം. ഇവിടെ ഇൻട്രാഡേ എന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഈ ടൈപ്പിൽ നമ്മൾ കൺസേൺ ആവേണ്ടത് ഈ 2 മാർക്കറ്റ് അല്ലെങ്കിൽ ലിമിറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏത് പ്രൈസിലാണോ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് അതേ പ്രൈസിൽ തന്നെ വാങ്ങുന്ന ഒരു ഓർഡറാണ്. ഇപ്പം നിലവിൽ 252 രൂപ 80 പൈസയാണ്. നിങ്ങൾ മുകളിൽ നോക്കാം, NSEയിൽ 252 രൂപ 80 പൈസയാണ്. ഇപ്പോൾ കുറയുന്നതും കൂടുന്നതൊക്കെ കാണാൻ പറ്റും. അതേ വിലയ്ക്ക് തന്നെ വാങ്ങാനുള്ള ഓർഡറാണ് നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ചെയ്യുന്നത്. ഇനി അല്ല, ഇപ്പോൾ 252 രൂപ 75 പൈസ എന്നുള്ളത് 250 രൂപ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 250 രൂപ ആയാൽ മാത്രം ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ലിമിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിൽ ഈ പേനയുടെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ബിഡ്സൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ എഡിറ്റ് ചെയ്യാം. അപ്പോൾ 250 എന്ന് ആക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 250 രൂപ ആകുമ്പോൾ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി 250 രൂപ ആയില്ലെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആകുകയില്ല. ആ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എൻ്റർ പോലും ചെയ്യുകയില്ല. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ മാർക്കറ്റ് ഓർഡർ തന്നെ ക്ലിക്ക് ചെയ്യുവാണ്. മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വാലിഡിറ്റി ഡേ, IOC ഇതെല്ലാം ചെയ്ത് ഇതൊന്നും നോക്കണം, ഡേ തന്നെ കൊടുത്താൽ മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഈ സ്വൈപ്പ് ടു ബൈ എന്ന് പറയുന്നതിൽ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ താഴെ 2ാമത്തെ ടാബാണ്. പോയി കഴിഞ്ഞാൽ ONGC ഇപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി പോർട്ട്ഫോളിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻസിൽ ഇതുണ്ടല്ലേ, ഇപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60 പൈസ ലാഭമാണ്, ഇപ്പോൾ 40 പൈസ ലാഭമാണ്. ഇങ്ങനെ ലാഭം നഷ്ടമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കാര്യമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ, ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ തന്നെ ഈ ഓർഡർ അവിടെ ഉണ്ടാവും. 3:20 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആയി പോകും. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യുവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സിറ്റിൻ്റെ അവിടെയും നമുക്ക് മാർക്കറ്റ് ലിമിറ്റ് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതായത് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ നോക്കുക, ചാർജസ് 33 പൈസയാണ് അല്ലേ, ചാർജസ് 33 പൈസയുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം സ്വൈപ്പ് ടു സെല്ലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇപ്പം പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 50 പൈസ ലാഭം എന്ന് കാണിക്കും. ഈ 50 പൈസ ലാഭം എന്ന് പറയുമ്പോൾ 33 പൈസ ചാർജ് പോകും അല്ലേ. അപ്പം വലിയ കുറച്ച് പൈസ അധികം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇനി എങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സ്റ്റോക്കിനെ ആദ്യമേ തന്നെ വിറ്റതിന് ശേഷം പിന്നീട് തിരിച്ച് വാങ്ങുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ പൈസ കുറഞ്ഞാൽ പോലും ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഫണ്ടൊക്കെ ആഡ് ചെയ്തെല്ലാം നമ്മൾ റെഡി ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര്, ഏത് സ്റ്റോക്കാണോ നമ്മൾ ഇത് ഷോർട്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബൈക്ക് പകരം സെല്ലെന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെല്ലെന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ ക്വാണ്ടിറ്റി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ബീസിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മാർജിൻ എന്ന് പറഞ്ഞാൽ 5x ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 200 രൂപയാണ് ഉള്ളതെങ്കിൽ 10 സ്റ്റോക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 സ്റ്റോക്ക് ഞാൻ ഇടുന്നു, ഇൻട്രാഡേ എടുക്കുന്നു, മാർക്കറ്റ് ഓർഡറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അപ്പം ഗോൾഡ് ബീസ് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആയത് കാണാൻ സാധിക്കും. ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഗോൾഡ് ബീസ് -10 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പം സ്റ്റോക്കിൻ്റെ പൈസ കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്കിൻ്റെ പൈസ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലോസാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും, ലോസും പ്രോഫിറ്റും ഒക്കെ. ഇത് നമുക്ക് ഒരു ഡേ മുഴുവൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് താഴോട്ടും പുറകിലോട്ടും ഒക്കെ പോകുന്ന കാണാൻ സാധിക്കും, പുറകിലോട്ടും മുകളിലോട്ടും ഒക്കെ പോകുന്ന കാണാൻ സാധിക്കും. ശരിക്കും ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പൊസിഷനിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.